ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് പ്ലസ് ടു ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമീൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ ആണ്. അമീന്റെ പ്രിപ്പറേഷൻ ആണ് എന്ത് ചെയ്യണത് പറയാൻ പോകും. 2 മാർക്കിന് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്ന വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഏതാടാ നോക്കുന്നത്? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ഓക്കെ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഹോഫ്മാൻ ബ്രോമമൈഡിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് RCONH2. ഇതാണ് എന്ത്, ഒരു അമൈഡ് ആണല്ലോ. ഈ അമൈഡിലേക്ക് ഞാൻ എന്തിന് ആഡ് ചെയ്യുന്നു? ഒരു ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ഹോഫ്മാൻ ബ്രോമമൈഡ്. അപ്പൊ ഒരു അമൈഡ് ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, പ്ലസ് എന്തുണ്ടടാ 4 NaOH ഉണ്ട്. 4 NaOH വെച്ച് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ CO അവിടെ നിർത്തിയിട്ട് ഈ 2 പേര് ഒന്നായിട്ടാണ് മാറും. RNH2 എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രൈമറി അമീനായി പ്ലസ് അവിടെ ബാക്കി ആൾക്കാരുണ്ട്. എന്തൊക്കെയാ നോക്കിക്കോ, ഇവിടുത്തെ 2 NA കൂടിയിട്ട് 2 NaBr ഉണ്ടാകും. 2 NaBr പ്ലസ് പിന്നെ ആരുണ്ട്? ഇവിടെ ഒരു CO ഇല്ലേ, ഇവിടെ 2 NO ബാക്കിയില്ലേ, പിന്നെ ഒരു O ഉണ്ട്. അവര് കൂടി ചേർന്ന് എന്തായിട്ട് മാറോടാ? Na2CO3 ആയി മാറി. പ്ലസ് ബാക്കി ആരുണ്ട്? 3 OH. അതായത് 4 OHൽ ഒരു OA പോയിട്ടുള്ളൂ. സോ ഇവിടെ എന്തുണ്ടാവൂടാ? H2O എന്തുണ്ട് അവിടെ ബാക്കിയുണ്ട്. H2O എന്താടാ അവിടെ ബാക്കി? എത്ര H2O ഉണ്ടാവടാ? 2 H2O ഉണ്ടാകും. സോ ഈ ഒരു റിയാക്ഷനാണ് എന്ത് പറയാടാ? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്ന് പറയാ. അടിപൊളിയായിട്ട് പഠിച്ചില്ലടാ. ഇനി ഒരു കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചാലോ? ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിച്ചാലോടാ? കാർബൈൽ അമീൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോ, RNH2 എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു പ്രൈമറി അമീനാണ്. ഈ പ്രൈമറി അമീനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു? ക്ലോറോഫോം CHCl3 ആഡ് ചെയ്യുന്നു. പ്ലസ് CHCl3 മാത്രം മതിയോ? പോരാ, അവിടേക്ക് എന്താ ആഡ് ചെയ്യണടാ? 3 KOH കൂടി അങ്ങ് ആഡ് ചെയ്യാ. അപ്പൊ എന്ത് സംഭവിക്കും? ഫസ്റ്റ് പ്രൊഡക്റ്റ് RNC അഥവാ ഐസോസൈനൈഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഐസോസൈനൈഡ്. പ്ലസ് എന്തുണ്ടടാ? ഇവിടെ Cl3 ഇല്ലേ, 3 K ഉണ്ട്. അപ്പൊ 3 KCl ഉണ്ടാകും. പിന്നെ ആര് ബാക്കിയുണ്ട്? ഇവിടെ ഒരു H2 ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടുത്തെ OH ഒക്കെ ഉണ്ടല്ലോടാ. അവരെല്ലാരും കൂടി ചേർന്ന് എന്തായിട്ട് മാറോടാ? 3 H2O ആയിട്ട് മാറും. സോ ഈ ഒരു റിയാക്ഷനാണ് എന്ത് പറയാ? കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയാ. ഇവിടെ ഉണ്ടാവുന്ന ഈ ഐസോസൈനൈഡ് ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് എ ഫൗൾ സ്മെൽ. അതിനൊരു വൃത്തികെട്ട ഒരു ഫൗൾ സ്മെൽ ഉണ്ട്. സെക്കൻഡറി ആൻഡ് ടേർഷ്യറി അമീൻസ് എന്ത് ചെയ്യില്ല? ഡസ് നോട്ട് ഷോ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻസ് എന്ത് ചെയ്യില്ല? കാണിക്കില്ല. മനസ്സിലായോ? അടിപൊളിയായിട്ട് പഠിച്ചില്ലടാ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്താടാ? ഹോഫ്മാൻ എന്താ? ഒരു അമൈഡ് ഗ്രൂപ്പ് ബ്രോമിനും NaOHുമായിട്ട് കൂടി ചേരുമ്പോ ഒരു പ്രൈമറി അമീൻ ഉണ്ടാവുന്നതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൈൽ അമീൻ എന്താടാ? ഒരു പ്രൈമറി അമീനെ ക്ലോറോഫോമും KOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഐസോസൈനൈഡ് ഉണ്ടാവും. ആ ഐസോസൈനൈഡിന് ഫൗൾ സ്മെൽ ഉണ്ട്. സെക്കൻഡറി ടെർഷ്യറി ഈ റിയാക്ഷൻ കാണിക്കാത്തതുകൊണ്ട് പ്രൈമറി അമീൻസിനെ ഡിക്റ്റേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. പ്രൈമറി അമീൻസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കാറ്. സോ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അതായത് ഹോഫ്മാൻ ബ്രോമമൈഡ് 2 മാർക്ക്, ഇതും 2 മാർക്കിനൊക്കെ ചോദിക്കുക. സോ 4 മാർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് സെറ്റ് ആക്കി എടുക്കുക. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.